അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറ്റവും പ്രിയങ്കരരായ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, 30ാമത് മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷ മാർച്ച് 8-നാണ് നടക്കാൻ പോകുന്നത്. അതിലെ ജൂനിയർ വിഭാഗത്തിലെ സിലബസാണ് സൂറത്തുൽ മുൽക്കും സൂറ അൽ ഖാഫും. ഈ രണ്ട് സൂറത്ത് നമ്മൾ പഠിക്കേണ്ടത് അമാനി തഫ്സീർ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അതിലെ സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഒരു ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളും ആയത്തിന്റെ അർത്ഥവും ആയത്തിന്റെ വിശദീകരണവും അമാനി മൗലവി ആ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഒന്ന് പഠിച്ച് തൊട്ട് തലോടി പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ മുൽക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. സൂറ മുൽക്കിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ 67ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അത് മക്കയിൽ നിന്നാണ് അവതരിച്ചത്. സൂറത്തുൽ മുൽക്കില് ആകെ അടങ്ങിയിട്ടുള്ളത് 30 ആയത്തുകളാണ്. സൂറ മുൽക്കിനെ നമ്മൾക്ക് 2 റുക്കൂകളായിക്കൊണ്ട് വിഭജിക്കാൻ പറ്റും. 2 റുക്കൂകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. 29ാമത്തെ ജുസയിലാണ് സൂറത്തുൽ മുൽക്ക് അടങ്ങിയിട്ടുള്ളത്. അതിന്റെ ക്രമപ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് 29ാമത്തെ ജുസയിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഇനി മുൽക്ക് എന്ന പദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുൽക്ക് എന്ന പദത്തിന്റെ അർത്ഥം ആധിപത്യം എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മാലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ളതാണ്. മുൽക്ക് ഒരു രാജാവിന്റെ രാജാധികാരം, ആധിപത്യം എന്നുള്ളതാണ് മുൽക്ക് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്. സൂറ മുൽക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ പരമാധികാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ ആയത്തുകൾ തന്നെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ജീവിതം എന്നുള്ളതൊരു പരീക്ഷയാണ്. ആ ജീവിതം എന്ന പരീക്ഷണത്തിൽ നന്മകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും നല്ല നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. സൃഷ്ടിയിലെ ക്രമവും പരിപൂർണതയും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ നിയന്ത്രണം, അള്ളാഹുവിന്റെ ശക്തിയുടെ അടയാളങ്ങൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടിയും മുന്നറിയിപ്പും ആ സൂറത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റബ്ബിനെ ഭയപ്പെടുന്ന വിശ്വാസികളുടെ പ്രത്യേകതകളും മഹത്വങ്ങളും പറയുന്നു. ആ സൂറത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് സൂറ മുൽക്ക് ഇങ്ങനെ അവസാനിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്ത് മനുഷ്യന്റെ ആശ്രിതാവസ്ഥ, മനുഷ്യന് റബ്ബിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നത് സമർത്ഥിച്ചുകൊണ്ടാണ് സൂറ മുൽക്ക് അവസാനിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സൂറ മുൽക്കിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി നമ്മൾ സൂറ മുൽക്കിന്റെ 1ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ആയത്ത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളതാണ് ആദ്യത്തെ ആയത്ത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? ആധിപത്യം, മുൽക്ക് എന്നുള്ളത് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ ഓരോ വാക്കിന്റെയും അർത്ഥം പരിശോധിക്കുമ്പോൾ തബാറക എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളവനാണ്, അനുഗ്രഹപൂർണനാണ് എന്നുള്ളതാണ്. അല്ലദീ യാതൊരുവൻ, ബിയദിഹിൽ മുൽക്കു, യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ളതാണ്. ബിയദിഹിൽ മുൽക്കു, ആരുടെ കയ്യിലാണോ മുൽക്കുള്ളത്, ആധിപത്യമുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനാണ്. അതായത് അള്ളാഹു അങ്ങേയറ്റം മഹത്വമുള്ളവനും അനുഗ്രഹപൂർണനുമായിരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അവൻ, അലാ കുല്ലി ഷൈഇൻ ഏതൊരു കാര്യത്തിനും, എല്ലാ കാര്യത്തിനും, ഖദീർ കഴിവുള്ളവനാണ്. ഖദീർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു മഹത്വമായിട്ടുള്ള ഒരു നാമമാണ് എന്നുള്ളത് കൂടെ ഈ സമയത്ത് ഓർക്കണം. ഈ ആയത്തില് വന്നിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ, മുൽക്ക് എന്നതിന്റെ അർത്ഥം, യദ് എന്ന് പറഞ്ഞാൽ ഒരു അവയവമാണ്, അതേപോലെ ഖദീർ അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കീ പോയിന്റുകളും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ എന്ന നിലക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി 2ാമത്തെ ആയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത, അല്ലദീ ഖലഖ അവനാണ്, ഖലഖ സൃഷ്ടിച്ചു, അൽ മൗത വൽ ഹയാത്ത
മൗത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ്. വൽ ഹയാത്ത, പിന്നീട് ജീവിതവും. അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു മരണത്തെയും ജീവിതത്തെയും ഒരുക്കി തന്നു എന്ന് പറയുന്നു. മാനി മൗലവിയുടെ വിശദീകരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആദ്യം മൗത്ത്, മരണം പറഞ്ഞത്, പിന്നീടാണ് ജീവിതം പറഞ്ഞത്. ശരിക്കും ഓർഡർ പ്രകാരം, ക്രമപ്രകാരം ജീവിതം പിന്നീട് മരണം എന്നല്ലേ പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല. ലിയബുലുവക്കും, പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി, കൂടുതൽ നന്നായിട്ട്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മരണവും പിന്നീട് ജീവിതവും തന്നത് എന്ന് അള്ളാഹു പറയുന്നു. വഹുവൽ അസീസുൽ ഗഫൂർ, അള്ളാഹു അസീസാണ്, അള്ളാഹു ഗഫൂർ ആണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും അസ്മാഉൽ ഹുസ്നയിൽ പെടുന്നതാണ്, അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളാണ്. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപിയാണ്, ഗഫൂർ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രധാനമായും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വാക്കർത്ഥങ്ങളൊക്കെ പഠിക്കണം. മൗത്ത് ഹയാത്ത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ആദ്യം മൗത്ത് പറഞ്ഞു, പിന്നെ ഹയാത്ത് പറഞ്ഞു. മൗത്ത് എന്ന വാക്കിന്റെ അർത്ഥം മരണമാണ്, ഹയാത്ത് ജീവിതമാണ്. രണ്ടും വിപരീത പദങ്ങളാണ്. ഖലക സൃഷ്ടിച്ചു എന്നുള്ളതാണ്, അസീസും ഗഫൂറും റബ്ബിന്റെ വിശേഷണ നാമങ്ങളാണ്. ഇങ്ങനെയുള്ള കീ പോയിന്റുകൾ ഒരു പരീക്ഷ എന്ന നിലക്ക് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ഈ ഭാഗത്തിന്റെ വിശദീകരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അഖില വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അള്ളാഹു എല്ലാവിധ നന്മയും എല്ലാ മഹൽ ഗുണങ്ങളും വർദ്ധിച്ചവനാണ്. ആദ്യ ആയത്തിന്റെ വിശദീകരണം അതാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്നതിന്റെ വിശദീകരണമാണത്. അള്ളാഹു അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. ഇനി രണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ആദ്യം മരണത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തെക്കുറിച്ചും പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ആദ്യം മരണത്തെ പറ്റി പറഞ്ഞു, പിന്നീട് ജീവിതത്തെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതിന്റെ മറുപടിയാണ് ജീവിതത്തെക്കാൾ പ്രാധാന്യം മരണത്തിനാണ്. എന്തുകൊണ്ടാണ്? കാരണം പ്രവർത്തനത്തിന്റെ അവസരം ജീവിതകാലം ആണെങ്കിലും അതിന്റെ വിരാമമിടുന്നതും ജീവിതത്തെ വിലയിരുത്തുന്നതും മരണത്തോടു കൂടിയാണ്. നമുക്ക് കിട്ടിയ ആയുസ് 20 വർഷം, 30 വർഷം, 50, 60 വർഷം ആയുസ് ജീവിതകാലം കിട്ടും. ആ ജീവിതത്തിലാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുള്ളത്. എന്നാൽ മരണത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹു വിലയിരുത്തുന്നത്. ആ മരണത്തിന്റെ സമയത്ത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് ജീവിതത്തെക്കാൾ മനുഷ്യന് ചിന്താവിഷയമായിരിക്കേണ്ടത് അവന്റെ മരണമാണ് എന്ന് പറയുന്നത്. ജീവിതം എന്നുള്ളത് നമുക്ക് അമലുകൾ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള അവസരമാണ്. പക്ഷേ ആ മരണത്തോടു കൂടിയാണ് ജീവിതത്തെ അളക്കുന്നതും ജീവിതത്തെ വിലയിരുത്തുന്നതും. ഏറ്റവും നന്നായി പ്രവർത്തിച്ചവൻ, ഏറ്റവും നല്ല ജീവിതം നയിച്ചവൻ ആരാണ് എന്നത് പരിശോധിക്കുന്നത് മരണത്തോടു കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തെക്കാൾ മരണത്തെക്കുറിച്ചാണ് എപ്പോഴും മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ആയത്തിലേക്ക് പോവാം. അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തിബാക, അടുക്കുകളായിക്കൊണ്ട്, ഒന്നിനു മീതെ ഒന്നായിക്കൊണ്ട്, അടുക്കുകളായിക്കൊണ്ട് സൃഷ്ടിച്ചു. മാ തറാ ഫീ ഖലഖി റഹ്മാനി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, പരമകാരുണ്യവാന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണുവാൻ സാധിക്കുകയില്ല. മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറച്ചിലും ഒരു പോരായ്മയും ഒരു വക്രതയും ഒരു നെഗറ്റീവും ഒരു ന്യൂനതയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കാണാൻ സാധിക്കുകയില്ല. ഫർജിഅൽ ബസ്വറ, നീ വീണ്ടും അങ്ങോട്ട് നോക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നീ വീണ്ടും നിന്റെ ദൃഷ്ടി ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരൂ. വീണ്ടും അള്ളാഹു മനുഷ്യന്മാരോട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക്, ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വിടവും നീ അവിടെ കാണുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നാലാമത്തെ ആയത്തുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പരിശോധിക്കണം. നാലാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും ഒരേ അർത്ഥമാണ് നൽകുന്നത്. നോക്കാം നമുക്ക്.
സുമ്മർജിഅൽ ബസ്വറ കറത്തൈനി, സുമ്മർജിഅൽ ബസ്വറ, നീ വീണ്ടും നിന്റെ കണ്ണിനെ തിരിക്കുക, അതായത് വീണ്ടും പ്രപഞ്ചത്തിലേക്ക് നീ നോക്കുക. കറത്തൈനി, 2 പ്രാവശ്യം. യൻഖലിബ് ഇലൈക്കൽ ബസ്വറു, എന്നിട്ടും യൻഖലിബ്, നിന്റെ കാഴ്ച, ബസ്വർ കാഴ്ച തിരിച്ചു വരും. എങ്ങനെയാ തിരിച്ചു വരിക? ഹാസിയൻ വഹുവ ഹസീർ, ഹാസിയൻ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട നിലയിൽ, വഹുവ ഹസീർ പരവശമായിക്കൊണ്ടും. എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടിപ്പ്, ഈ ലോകം, ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് മനുഷ്യന്മാരോട്, ശരിക്കും പരിശോധിച്ചോളൂ. എന്തെങ്കിലും ന്യൂനത, എന്തെങ്കിലും വിടവ്, എന്തെങ്കിലും പ്രശ്നം ആ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് 4-ാമത്തെ ആയത്തിൽ സുമ്മർജിഅൽ ബസ്വറ കറത്തൈനി, വീണ്ടും വീണ്ടും നിങ്ങൾ ഈ പ്രപഞ്ചത്തെ പരിശോധിച്ചോളൂ, നിങ്ങളുടെ കാഴ്ച കൊണ്ട് നോക്കിക്കോളൂ. യൻഖലിബ് ഇലൈക്കൽ ബസ്വറു, അങ്ങനെ എത്ര പ്രാവശ്യം നോക്കിയാലും നിന്റെ കാഴ്ച, ഈ പ്രപഞ്ചത്തെ നീ എത്ര തവണ പരിശോധിച്ചാലും നിന്റെ ആ പരിശോധനയും നിന്റെ ആ കാഴ്ചയും അവസാനം തിരിച്ചു വരും. എങ്ങനെയാ തിരിച്ചു വരുന്നത്? ഹാസിഅൻ വഹുവ ഹസീർ, പരാജയപ്പെട്ട നിലയിലും പരവശമായിക്കൊണ്ടും. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഒരു വിടവും ഒരു പ്രശ്നവും നിനക്ക് ഈ സൃഷ്ടിപ്പിൽ കാണാൻ സാധിക്കുകയില്ല. അവസാനം നീ പരാജയപ്പെട്ടവനായിക്കൊണ്ട് തിരിച്ചു വരും. പരവശമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായിക്കൊണ്ട് നീ തിരിച്ചു വരും. ഒരു തെറ്റും ഒരു പിഴവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി 3-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് സബ്അ സമാവാത്ത്, 7 ആകാശങ്ങൾ, പ്രത്യേകം നോട്ട് ചെയ്യണം. സബ്അ എന്ന് പറയുന്ന ഒരു അക്കം, ഒരു ഡിജിറ്റ് പിന്നെ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഫിബാക്ക, ഇടുക്കുകളായിക്കൊണ്ട്. റഹ്മാൻ, റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണ നാമമാണ്, പരമകാരുണ്യവൻ എന്നുള്ളത്. അതേപോലെ തന്നെ മിൻ തഫാവുത്ത്, തഫാവുത്തിന്റെ അർത്ഥം ഏറ്റക്കുറവ്. അതേപോലെ അർത്ഥം വരുന്നതാണ് ഫുതൂർ. പിന്നെ ഫുതൂർ എന്ന് പറഞ്ഞാൽ വിടവ്, അതായത് ഈ പ്രപഞ്ചത്തിലേക്ക് എത്ര തവണ നോക്കിയാലും ഒരു വിടവോ ഒരു ഏറ്റക്കുറവോ ഒരു നെഗറ്റീവും ഒരു പ്രശ്നവും ഒരു ന്യൂനതയും നമുക്ക് ഈ സൃഷ്ടിപ്പിൽ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. 4-ാമത്തെ ആയത്തിന്റെ വാക്കർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് ഹാസിയൻ, പരാജയപ്പെട്ടവൻ, ഹസീർ, ക്ഷീണിതൻ, പരവശമായിക്കൊണ്ട്, ഇങ്ങനെയുള്ള വാക്കർത്ഥങ്ങൾ. കറത്തൈനി, 2 തവണ. കറത്ത് അതിന്റെ മുസന്നയാണ്, 2 തവണ കറത്തൈനി എന്നുള്ളത്. ഇങ്ങനെയുള്ള വാക്കർത്ഥങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമാണ്. ഇനി 3-ാമത്തെയും 4-ാമത്തെയും ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുന്ന സമയത്ത് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത് പറയുന്നു. സബ്അ സമാവാത്ത്. ഈ സൂറത്തിൽ മാത്രമല്ല, വേറെയും ചില സൂറത്തുകൾ, സൂറ മുഅ്മിനൂന്റെ 17-ാമത്തെ ആയത്ത്, സൂറ ത്വലാഖിന്റെ 12-ാമത്തെ ആയത്ത്, ഇവിടെയൊക്കെയും പിന്നെ 7 ആകാശങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏതു കാര്യവും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തരുന്ന അള്ളാഹുവിന്റെ പിന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അതിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ആയത്തുകൾ വായിക്കുന്ന സമയത്ത് തന്നെ അതേപടി വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ശാസ്ത്രത്തിൻ്റെയോ മറ്റ് ഭൗതിക വീക്ഷണത്തിൻ്റെയോ അനുമതി ആവശ്യമില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വേറെ ഒരു ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ ഒരു ആയത്ത് അമാനി മൗലവി ഇങ്ങനെ പറയുന്നുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു വെക്കുന്നു, നിങ്ങൾക്ക് അറിവിൽ നിന്ന് അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത്. മനുഷ്യന്മാരുടെ അറിവ്, അതിന് പരിമിതിയുണ്ട്. നമ്മളുടെ ചിന്തയും നമ്മളുടെ ശാസ്ത്രബോധവും അത് പടച്ചവന്റെ അറിവിനോളം ഒരിക്കലും വളർന്നിട്ടില്ല. നമുക്ക് കുറച്ച് അറിവ് മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് വഹി മുഖേന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്ന എല്ലാ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക. അതേപോലെ തന്നെ 3-ാമത്തെയും 4-ാമത്തെയും ആയത്തിന്റെ വിശദീകരണമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരുവിധ പിഴവോ വക്രതയോ കാണുവാൻ സാധിക്കുകയില്ല. വല്ല പോരായ്മയും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സുമർജിഅൽ ബസ്വറ കറത്തൈനി, 2 തവണ, ഒരുപാട് പ്രാവശ്യം പഠിച്ചവന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കാൻ പറയുന്നുണ്ട്. യാതൊരുവിധ പിഴവും അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല
എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ 4 ആയത്തിന്റെ വിശദീകരണമായി കൊണ്ടൊക്കെ പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതിക്കൊണ്ട് പഠിക്കുക. വിശുദ്ധ ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബോധ്യത്തോടുകൂടെ അതിൻ്റെ മഹത്വവും പ്രതിഫലവും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. കൂട്ടത്തിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന ഒരു ചിന്തയോടുകൂടെ നോട്ട് എഴുതിക്കൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. ഓപ്പൺ ബുക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ച നോട്ടുകൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് എഴുതുമ്പോഴും മൊബൈലിൻ്റെ അടുത്ത് നമുക്ക് നമ്മളുടെ നോട്ടുകളൊക്കെ വെച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. വിശുദ്ധ ഖുർആന്റെ ഈ പഠനം, അതിനുള്ള പ്രതിഫലം പഠിച്ചവൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.